എന്താണിത്? തേനീച്ചക്കൂട. ഞാനിവിടെ കയറിയപ്പോഴാണ് ഈ ഒരു മുതൽ കണ്ടത്. കയറി ഞാൻ നമ്മുടെ സ്പ്ലെൻഡറൊക്കെ പണി കണ്ടിട്ടുണ്ട്, ബട്ട് CD ഡിലക്സ് ഞാൻ ആദ്യമായിട്ട് പണി കണ്ടേക്കണേ. ഇതിൻ്റെ ഫോർക്ക് റൈസ് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടോ ഇത്രത്തോളം റൈസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലുക്സ് റിയലി നൈസ്. പിന്നെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ഈ ഒരു ഹോട്ട് വീൽസിൻ്റെ ഫെൻഡർ കവറൊക്കെ അടിച്ചിട്ട്. യൂട്യൂബ് വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും ഇതേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കൈസം മോട്ടോഴ്സിൻ്റെ സർവീസിലാണ്. ഇതാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുതലിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറിലെ റെട്രോ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. നമുക്ക് റോയൽ എൻഫീൽഡ് ഹണ്ടറിന് ആക്ച്വലി റെട്രോയും മെട്രോയും വരുന്നുണ്ട്. ആ മെട്രോ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്, മിഡും ഉണ്ട് ടോപ്പും ഉണ്ട്. സോ ഇതാണ് മെട്രോൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ടോക്കിയോ ആയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂടാണ്ട് ഒരു മിഡ് ഉണ്ട്. കളർ വൈസ് വ്യത്യാസമുള്ളൂ ടോപ്പും മിഡും തമ്മിൽ, ബാക്കി എക്സാക്ട്ലി സെയിം ആണ്. പ്രൈസ് വൈസും ഓഫ് കോഴ്സ് വ്യത്യാസമുണ്ട്. നമുക്ക് ടോപ്പിനാകുമ്പോഴത്തേക്കും അതായത് ഇരിക്കുന്ന മോഡൽ ഇപ്പോൾ നിലവിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ജാനുവരി 30th ആണ്. ഇപ്പോൾ 2,14,000 രൂപയാണ് ടോപ്പിന് വരുന്നത്. ഇതിൻ്റെ താഴെയുള്ള മിഡിനാവട്ടെ നമുക്ക് 1,97,000 വരുന്നുണ്ട്. ദിസ് ഓൺ അതർ ഹാൻഡ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇത് റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്, ബേസ് വേരിയൻ്റ് ആണ്. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിതിന് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,69,000 രൂപയാണ്. അതായത് മെട്രോൻ്റെ മിഡിനേക്കാളും 21,000 എനിക്ക് മാക്സിൽ ഭയങ്കര വീക്കാണ്. സോ ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. സോ ഇന്ന് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വിശേഷം പറഞ്ഞുതരാം. എന്തൊക്കെ വ്യത്യാസമുണ്ട്, നിങ്ങൾ 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടമാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ 25,000 രൂപ എക്സ്ട്രാ കൊടുത്ത് ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് കാണാൻ പറ്റും LED ഹെഡ്ലൈറ്റ് വരുന്നില്ല, ഇതിന് ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതായത് പ്രീവിയസ് ഹണ്ടർ പോലെ തന്നെ ഇതിന് ഹാലജനാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ വയ്ക്കാൻ മനസ്സിലാവും ബോക്സ് ടൈപ്പാണ്. നമ്മുടെ സ്ക്രാമിൻ്റെ പോലത്തെ ബോക്സ് ടൈപ്പ് ഹാലജൻ ബൾബാണ് വരുന്നത്. ബട്ട് ഫോർക്കൊക്കെ സെയിം ആണ്. ആ ഒരു എക്സാക്ട് സെയിം 41mm ടെലസ്കോപ്പിക് ഫോർക്കാണ്. അവർ സസ്പെൻഷൻ റിവൈസ് ചെയ്തു. ആ റിവൈസ് ചെയ്ത സസ്പെൻഷൻ ഇതിലും വന്നിട്ടുണ്ട്. സോ 41mm ഐ തിങ്ക് 130-120mm ട്രാവലും കണ്ടാന്ന് തോന്നുന്നു. ആ ഒരു എക്സാക്ട് സെയിം ടെലസ്കോപ്പിക് ഫോർക്കാണ്. താഴെ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം 300mm വളരെ മാസീവായിട്ട് ഡിസ്ക് കാണാം. ബട്ട് ശ്രദ്ധിക്കുക, നമുക്കിവിടെ അലോയ് വീൽസ് വരുന്നില്ല, പകരം സ്പോക്ക് വീൽസാണ് വരുന്നത്. അതെ, ട്യൂബ്ഡ് സ്പോക്ക് വീൽസ് ആണ് നമുക്ക് കമ്പയർ ടു മെട്രോ നമുക്ക് റെട്രോന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പഞ്ചർ ആയി കഴിഞ്ഞാൽ സീനാവും. ടയർ പ്രൊഫൈൽ നോക്കാൻ കഴിഞ്ഞാൽ അതിനും കുറച്ചും കൂടി തിന്നറാണ്. ഇത് 100 സെക്ഷൻ ടയറാണ് കമ്പയർ ടു മെട്രോസ് 110. പിന്നെ മോട്ടോർ സൈഡ് ആ ഒരു എഞ്ചിൻ എക്സാക്ട് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ആ ഒരു സ്ലിപ്പർ ക്ലച്ച് അപ്ഡേറ്റ് നമുക്ക് റെട്രോനും വന്നിട്ടുണ്ട്. ആ ഒരു 349cc J സീരീസ് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 2 വാൽവ് എഞ്ചിൻ, അറൌണ്ട് 20 bhp, 6,500 RPM ആൻഡ് അറൌണ്ട് 27 Nm ടോർക്ക്. അറ്റ് വെറും 5,000 RPM. ഇൻക്രെഡിബിൾ ലോൺ ടോർക്കാണ്, എടുത്ത് പറയണം, അടിപൊളി ലോൺ ടോർക്കാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി ഈസിലി സിറ്റിയിലൊക്കെ ഓടിച്ചെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വണ്ടിക്ക് സ്ലിപ്പ് ആൻഡ് അസസ് ക്ലച്ച് വരുന്നുണ്ട്. അതായത് എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഡൗൺ ഷിഫ്റ്റും ചെയ്യാം. അതുകൂടാണ്ട് തന്നെ റിയർ വീല് ലോക്കിങ്ങോ ഹോപ്പിങ്ങോ ഒന്നും ആവില്ല. സോ അത് നല്ലൊരു കാര്യമാണ്. മേറ്റ് 2 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡൊന്നുമില്ല. പിന്നെ ടാങ്കൊക്കെ നോക്കുവാണെങ്കിൽ എക്സൈസിങ് ടാങ്കാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ അക്രൈഡ് ചെക്കാണ്. നമുക്ക് ഇവിടെ റെഡിൽ റോയൽ എൻഫീൽഡ് എന്നുള്ള ഒരു ലെറ്ററിങ് കാണാം. നമുക്ക് ഈ വണ്ടിക്ക് കളർ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. അവർ ആദ്യം ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, ഐ മീൻ സിൽവർ ഉണ്ടായിരുന്നു. അത് അവർ ഈ വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ നിലവിൽ ഈ ഒറ്റ കളർ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ മോട്ടോർ സൈഡ് ആ ഒരു സെയിം ബോക്സ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. എക്സൈറ്റ് സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് പിന്നത്തെ ഒരു ഡിഫറൻസ്. സീറ്റ് ഡിഫറൻ്റ് ആണ്. സീറ്റ് കുറച്ചും കൂടി എന്താ പറയുക സട്ടിലാണ്, കുറച്ചും കൂടി ഒരു നോർമൽ സീറ്റൊക്കെ പോലെ തോന്നുന്നുണ്ട്. ആ ഒരു റിപ്പ് ടൈപ്പ് ഉണ്ട്, ഇത് കണ്ടോ, റിപ്പ് ടൈപ്പ് ആയിട്ടുള്ള സീറ്റ്സ് ഇതിന് വരുന്നില്ല. ദിസ് ലുക്ക് വെരി പ്രീമിയം. ഹാൻഡ് റോയൽ എൻഫീൽഡ് ലെറ്ററിംഗ് ഉണ്ട് ഇവിടെ. ദിസ് ഓൺ അതർ ഹാൻഡ് അങ്ങനെ ലെറ്ററിങ്ങോ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ഒരു പ്ലെയിൻ സീറ്റാണ്. അത് കൂടാണ്ട് ഇത് കുറച്ചും കൂടി തിക്നെസ് കുറവാണ്, കുഷൻ കുറവാണ് കമ്പയർ ടു മെട്രോ. സോ നിങ്ങൾ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പ്ലാനറ്റ് ഫുട്ട് വരാൻ ചാൻസ് ഉണ്ട്, കുറച്ചുകൂടി പ്ലഗ് എന്നും പറഞ്ഞിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നിൽ വരികയാണെങ്കിൽ ഗ്രാബിൾസ് എന്തായാലും ഡിഫറെൻറ്റ്. ഗ്രാബിൾ ഒരു സ്റ്റീല് വളച്ചു വെച്ചേക്കാണ്, ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഗ്രാബിളാണ്. അത് കൂടാണ്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രാമിൻ്റെയും പഴയ ഹിമാലയൻ്റെ പോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഹാലജനാണ് വരുന്നത്. ഇതാണെങ്കിൽ ഇത് മാറ്റിയിട്ട് നമ്മുടെ ഗ്രാബിളിൽ വെക്കാം. ബട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പിടിക്കാനൊക്കെ സുഖം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താഴേക്ക് വരുവാണെങ്കിൽ അടുത്ത ഡിഫറൻസ്, ഈ വണ്ടിക്ക് പിന്നിൽ സ്പോക്ക് വീൽസ് ആണ്. നമുക്ക് ബാക്കിൽ ഡിസ്ക് വരുന്നില്ല. നമുക്ക് 153mm ഒരു ഡ്രം ബ്രേക്കാണ് വരുന്നത്. സോ ABS ഇല്ല. സോ ഫ്രണ്ടിൽ മാത്രമേ ABS ഉള്ളൂ. ഇത് ആക്ച്വലി സിംഗിൾ ചാനൽ ABS ആണ് കമ്പയർ ടു നമ്മൾ മെട്രോ ഡ്യുവൽ ചാനൽ ABS ആണ്. സുങ്ങാം ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഏറെക്കുറെ സെയിം ആയിട്ട് തോന്നുന്നുണ്ട്. മാറ്റാൻ പറ്റണം, ബട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. നിങ്ങൾ ഇതിൽ അലോയൊക്കെ മേടിച്ചിട്ട് എന്താ പറയുക LED ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് കയറ്റി അതിൻ്റെ ഗ്രാബറിൽ കയറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ കോസ്റ്റ് ആവും. സോ അതിനും മേലെ ഇതെടുക്കണല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ ഇതൊരു മാറ്റം 2025 മിഡിൽ വരുത്തിയാണ് ഈ ഒരു സസ്പെൻഷൻ അവർ മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി ലീനിയർ സ്പ്രിംഗ് ആക്കി, പ്രീവിയസിലുള്ള പ്രോഗ്രസിങ് മാറ്റിയിട്ട്. സോ കുറച്ചും കൂടി ബെറ്റർ ഡാമ്പിംഗ്
ഇമ്പ്രൂവിംഗ് ആണ് കമ്പയർ ടു പ്രീവിയസ്. ആ ഒരു അപ്ഡേറ്റ് ഇതിൽ വന്നു. ആ ഒരു സ്ലിപ്പർ ക്ലച്ച് അപ്ഡേറ്റും ഈ ഒരു സസ്പെൻഷൻ അപ്ഡേറ്റും ഈ ഇവന്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നിന്നൊക്കെ നോക്കുമ്പോൾ ലുക്ക് ഇതാണ് കുറച്ചുകൂടി ക്ലാസിയർ ആണോ, അതെടുത്ത് പറയണം. പിന്നെ ഈ ഒരു സൈഡിൽ വരുവാണെങ്കിൽ ആ ഒരു സെയിം തരികാട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിലൊന്നും ഡിഫറൻസ് ഇല്ല. ഞാൻ ജസ്റ്റ് കയറി എന്ന് കാണിച്ചു തരാം. വണ്ടിക്ക് ആക്ച്വലി മിറർ ഇല്ല, ഇതിപ്പോൾ ലോഡ് ഇറക്കിയുള്ളൂ. മിറർ നമ്മുടെ സെയിം ആണ്, മെട്രോൻ്റെ പോലത്തെ സെയിം മിററാണ് ഇതിലും വരുന്നത്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. വണ്ടിയിൽ കയറിയിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു റൈഡിങ് പോസ്റ്ററൊക്കെ എർഗണോമിക്സ് ഏറെക്കുറെ സെയിം ആണ് നമ്മുടെ. അതുപോലെ തന്നെ ഹാൻഡിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് വെച്ചേക്കാണ്. സോ ഒരുപാട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തൊന്നും പിടിക്കേണ്ട, നമ്മുടെ അടുത്ത് തന്നെ ഹാൻഡിലുണ്ട്. പോർട്ടിയറാണ് റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഒരുപാട് അപ്രൈറ്റ് അല്ല, ഒരുപാട് അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പോസ്റ്ററിലൊക്കെ നിൽക്കും. ഇത് കുറച്ചൊന്ന് താഴത്തേക്കാണ് ഇരിക്കുന്നത്. പിന്നെ ബ്രേക്ക് ലിവേഴ്സ് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ഐ തിങ്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ദിസ് ഫീൽ കുറച്ചും കൂടി ബേസിക്. ഇത് കണ്ടോ, കുറച്ചും കൂടി ഒരു ബേസിക് ആയിട്ടുള്ള ക്ലച്ച് ലിവേഴ്സും ബ്രേക്ക് ലിവേഴ്സും. നമ്മുടെ സ്ക്രാമിൻ്റെ പോലത്തെ ബ്രേക്ക് ലിവേഴ്സൊക്കെയാണ് ഇനി വരുന്നത്. അത് കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി റൗണ്ടറാണ് ഇവിടെയൊക്കെ, കുറച്ചും കൂടി പിടിക്കാൻ സുഖം അതാണ്. അത് ഇമ്മീഡിയറ്റ്ലി കയറുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങൾ നോട്ടീസ് കാണും, സ്വിച്ച് ഗിയേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇതിന് ആ ഒരു പഴയ റാമിൻ്റെ സ്വിച്ച് ഗിയേഴ്സാണ് വരുന്നത്. നമുക്കിവിടെ പാസിച്ച് കാണാം, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ ആൻഡ് ഹോൺ. ഇവിടെ എഞ്ചിൻ സ്വിച്ച് ആൻഡ് ഇവിടെ സ്റ്റാർട്ടർ. പറഞ്ഞല്ലോ ദിസ് ഫീൽസ് വെരി ചീപ്പ്. പിന്നെ ഇൻസ്ട്രുമെന്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. യു ക്യാൻ സി മറ്റേന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നടുക്കൊരു ഡിസ്പ്ലേ വരും, അതിൽ ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻ അതിൽ കാണിക്കും. ഇതങ്ങനെയല്ല, ഇൻഫർമേഷൻ ഈ ഒരു താഴെ കാണിക്കും. നമ്മുടെ ഈ ഒരു ക്ലാസിക് 350 ബുള്ളറ്റ് 350 ഇൻഫർമേഷൻ കാണിക്കില്ലേ താഴെയായിട്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ റെട്രോയിൽ താഴെ ചെറുതായിട്ട് ഇൻഫർമേഷൻ കാണിക്കും. പിന്നെ നിങ്ങൾക്ക് 5000 എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രിപ്പർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ വണ്ടിയുടെ റൈഡിംഗ് പോസ്റ്റർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ റെട്രോ. സോ ഞാൻ പറഞ്ഞു മെട്രോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം സീറ്റ് ആയിട്ടാണ്. ഐ തിങ്ക് 790 890 800 എന്താണ്ടാണ്. സോ ഞാൻ പറഞ്ഞു സ്ലൈറ്റ്ലി ഫോർവേഡാണ്. യു ക്യാൻ സി ഇത് കണ്ടോ, ഒരുപാട് അപ്രൈറ്റ് അല്ല. പിന്നെ ഇതാണ് മൊത്തത്തിലുള്ള എർഗണോമിക്സ്. ഞാൻ പറഞ്ഞു എനിക്ക് പ്ലാനറ്റ് ഫുട്ടാണ്. ഇത് കണ്ടോ, മുട്ട് ചെറുതായിട്ട് മടങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സീറ്റ് മെറ്റീരിയൽ കുറച്ചും കൂടി സോഫ്റ്ററാണ് കമ്പയർ ടു മെട്രോ. സോ കുറച്ചും കൂടി താന്നിരിക്കുന്നൊരു ഫീൽ ഇതിന് വരുന്നുണ്ട്. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്, റിയലി നൈസ്. ഓക്കെ, ശരിക്കും ഒരു ക്ലാസിക് അപ്പീൽ എനിക്ക് തോന്നുന്നു മെട്രോനേലും കൊടുക്കുന്നത് ഈ ഒരു റെട്രോ മോഡൽ തന്നെയാണ്. ഇപ്പോൾ ഗായ്സ് നമ്മൾ 100ൻ്റെ മെട്രോ സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതാണ് രണ്ടും കൂടിയുള്ള സൈഡ് ബൈ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. സീറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് അറിയാം. പിന്നെ ഒബ്വിയസ്ലി ഒരു കളർ സ്കീം, ഒരു അലേ വീൽസ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ കളറിൽ അത് എടുത്ത് പറയണേ, ഇതുകൊണ്ട് പുതിയ കളറാണ്. ഇത് മൈൻഡ് ചെയ്യാൻ കേട്ടോ, ഇത് ലോഡ് ഇറക്കി വന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ദിസ് ലുക്സ് വെരി എന്താ പറയുക, ഒരു റെട്രോ പോലെ തന്നെ തോന്നുന്നുണ്ട്. സോ ഇതാണ് തമ്മിൽ സൈഡ് ബൈ സൈഡുള്ള വ്യൂ. ഞാൻ കുറച്ച് സ്റ്റിൽസ് കാണിച്ചു തരാം. ആ റിയർ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടി പൊങ്ങിയിരിക്കുന്ന ഗ്രാബറിലാണ് കമ്പയർ ടു ലോസ്ലെങ് ആയിട്ടുള്ള ഗ്രാബറിൽ. ഇതാണ് പിന്നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. റൗണ്ട് ഇൻഡിക്കേറ്റർ, ആ ഒരു ബോക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ. പിന്നെ ഇതിന് പെയിൻറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ്. ഇതിന് മാറ്റ് ആയിരിക്കും ഓഫ് കോഴ്സ്, ഈ കളർ ഫുൾ മാറ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു സെയിം ടാങ്കാണ്, 30 ലിറ്റേഴ്സ് ടാങ്ക്. നമുക്ക് മൈലേജ് ഒക്കെ പോയി കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 35 36 37 ആ ഒരു ലെവലിലേക്ക് മൈലേജ് റിയൽ വേൾഡ് കിട്ടും. നല്ല ഫീൽ എഫിഷ്യൻ്റ് ആട്ടോ എടുത്ത് പറയണം. കംഫർട്ട് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഡീസൻ്റ് എന്ന് പറയാനുള്ളൂ, വൻ ഒന്നും പറയാനൊന്നുമില്ല. സീറ്റ് അത്യാവശ്യം സോഫ്റ്റാണ്, ഇത് നല്ല സോഫ്റ്റാണ്. ഇത് ആ ഒരു സെയിം ലൈം സോഫ്റ്റ്നെസ് ആണ്, ബട്ട് അതിന് മെറ്റീരിയൽ കുറച്ചൊരു നൈസാണ്, കുറച്ച് ഗ്രിപ്പറാണ് കമ്പയർ ടു ദിസ്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഡോണോ ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഫാറ്ററായിട്ടുള്ള ടയേഴ്സ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നോട്ടീസ് ചെയ്യാൻ പറ്റും. ദിസ് ഓൺ അതർ ഹാൻഡ് കുറച്ചും കൂടി സ്ലിമ്മറാണ്. സോ ഒരു ബീഫിയർ ലുക്ക് ശരിക്കും അതിനാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ ഒരു ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല, ഐ മീൻ ലെവലിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. കണ്ടോ, കുറച്ചും കൂടി റൗണ്ടഡ് ആണ്. സോ പിടിക്കാനായി കുറച്ചും കൂടി സുഖം ഇതാണ് കമ്പയർ ടു ഇത് നോക്കി. കണ്ടോ, ലിവേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ നോട്ടീസ് ചെയ്താണ് ഈ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നില്ല. കണ്ടോ, നമുക്ക് റെട്രോ മോഡൽസിന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല, മെട്രോ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ മാസിലിൻ്റെ വ്യത്യാസമുണ്ട്. ബോക്സ് മാസ് സിലിണ്ടർ ആണെങ്കിൽ ഇത് ആ ഒരു പ്രീമിയം ആയിട്ടുള്ള മാസ് സിലിണ്ടർ വരുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, ഇതിൻ്റെ വെയിറ്റ്. ഇവൻ ദോ ഡയമെൻഷൻസ് ആർ സെയിം, ഫിസിക്കൽ ഡയമെൻഷൻസ് ആൻഡ് വീൽ ബേസ് സെയിം ആണെങ്കിലും ഇത് തമ്മിലുള്ള വെയിറ്റ് വ്യത്യാസമുണ്ട്. നമുക്ക് റെട്രോന് ആക്ച്വലി 177 കിലോ ഉള്ളൂ, മെട്രോ ആകുമ്പോഴത്തേക്കും 181 കിലോ ഉണ്ട്. സോ റെട്രോ ഈസ് 4 kg ലൈറ്റർ ദാൻ ദി മെട്രോ. അത് ഈ വണ്ടിയുടെ പെർഫോമൻസ് ഫിഗർ ഇട്ട് നോക്കുകയാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. ഈ വണ്ടി 0 to 60 0 to 100 ഇസ് ഫാസ്റ്റർ ദാൻ മെട്രോ. ഞാൻ ഒരു ടെസ്റ്റ് ഫിഗർ ഇട്ട് കാണിച്ചു തരാം. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ സെക്കൻഡ്സുകളുടെ മില്ലി സെക്കൻഡ്സിലെ വ്യത്യാസമുള്ളൂ. സോ ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.